നമസ്കാരം കൂട്ടുകാരെ, സത്യബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് അനന്തു. ഞാനിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് 3 ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായ ഫയർ ഇൻസിഡന്റിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് അവിടെ ഫയർ ഇൻസിഡന്റ് ഉണ്ടായത്? നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തതാണ്. UPS റൂമിൽ നിന്നും പെട്ടെന്ന് പുകയുണ്ടായി, പുക ഉയരുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള റൂമുകളിലേക്ക് ആ പുക വ്യാപിച്ചു. പെട്ടെന്ന് തന്നെ സന്നദ്ധ പ്രവർത്തകരും അവിടെ ഉണ്ടായ കേരള ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ കേരള പോലീസ് ടീം, ബാക്കിയുള്ള സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും കൂടെ ബാക്കിയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് രോഗികളെ മാറ്റുകയും ബാക്കിയുള്ള ജീവനക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. 1962 നിലവിൽ വന്ന കേരള ഫയർഫോഴ്സ് ആക്ട് കേരളത്തിലെ ബിൽഡിങ്ങുകളിൽ ഏതൊക്കെ തരത്തിലുള്ള അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ വേണം എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ കേരള ഫയർഫോഴ്സ് ആക്ട് പ്രകാരമാണ് ഓരോരോ ബിൽഡിങ്ങിൽ ഏതൊക്കെ തരത്തിലുള്ള അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്ന് നിശ്ചയിക്കേണ്ടതും അതിനെ പറ്റിയിട്ടുള്ള പ്രതിപാദിക്കുന്നതുമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ബിൽഡിംഗ് ഹാൻഡ് ഓവർ ആയിട്ട് ഫ്രീ ടു സേഫ് ടു യൂസ് ആയി നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേരള ഫയർഫോഴ്സിന്റെ NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ NBCയിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ഒരു ബിൽഡിങ്ങിൽ ഏതൊക്കെ തരത്തിലുള്ള അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ വേണം. ഉദാഹരണത്തിന് അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഫയർ അലാറം ഡിവൈസുകൾ വേണം, ഫയർ ഫൈറ്റിംഗ്, ഫയർ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് വേണം. അതോടൊപ്പം തന്നെ അവിടേക്ക് നമുക്ക് എമർജൻസി വരുമ്പോൾ പോകാനുള്ള എമർജൻസി എക്സിറ്റ് റൂട്ടുകൾ ഏതായിരിക്കണം, അവ കോറിഡോറിൽ നിന്ന് എത്ര നിശ്ചിത അകലത്തിലായിരിക്കണം എന്നതിനെ പറ്റിയിട്ടൊക്കെ NBCയിലും കൃത്യമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അധികം നിയമങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഇത്രയും അധികം ഫയർ ഇൻസിഡൻസ് കൂടുന്നത്? അതോടൊപ്പം തന്നെ ഓരോ ഫയർ ഇൻസിഡൻസിലും എത്രയധികം ആൾക്കാരാണ് ജീവനം നഷ്ടപ്പെടുന്നത്, അല്ലെ? അപ്പോൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഇതുപോലുള്ള ഫയർ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ ആ ഫയറിൽ നിന്നും ബാക്കിയുള്ളവരിൽ നമുക്ക് രക്ഷിക്കാം, അതോടൊപ്പം തന്നെ നമുക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എങ്ങനെ പോകാം, ഫയറിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് പാനിക്കാതെ കറക്റ്റ് പ്രൊസീജിയർ അനുസരിച്ചിട്ട് സേഫായി നമുക്ക് എങ്ങനെ ആ ഫയറിനെ റെസിസ്റ്റ് ചെയ്ത് പുറത്ത് കടക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കൃത്യമായ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എല്ലാവർക്കും ഫയർ ഇൻസിഡന്റിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. കാരണം ഫയർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം, ഏത് സമയത്തും ഉണ്ടാകാം. കൃത്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ്, അതോടൊപ്പം തന്നെ ഫയർ സിസ്റ്റം മെയിൻ്റനൻസ്, ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ, അതോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിന്റെ ഇൻസ്റ്റാളേഷൻ എന്നിവയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഫയറിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യാനും ഫയർ ഇൻസിഡൻസിനൊക്കെ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. നമ്മളിപ്പോൾ കോഴിക്കോടിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് വളരെ വേഗമാണ് പുക പടർന്നത്. അപ്പം നമുക്ക് അതിന് സ്മോക്ക് കണ്ടാമിനേഷന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫയർ ഡാമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഫയർ റിട്ടേൺ ഡാമ്പേഴ്സും എക്സോസ്റ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ റൂമിൽ വെച്ച് തന്നെ ഫയർ ഇതുകൂട്ടുള്ള സ്മോക്കിനെ എടുത്ത് വെളിയിൽ കളയുന്ന ടെക്നിക്കൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫയർ ഇൻസിഡൻസ് കുറയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സേഫ് ആയിട്ടിരിക്കാനും ഒക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ ഓരോ ഓർഗനൈസേഷനിലും കൃത്യമായിട്ട് കുറെ എംപ്ലോയീസിനെ തിരഞ്ഞെടുത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള ഫയർ സേഫ്റ്റി അവയർനെസ്, ഫയർ വാർഡൻ സർട്ടിഫിക്കറ്റുകൾ, ഫയർ വാർഡൻ ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് അവരെ ഫയറിനെ എങ്ങനെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു ഫയർ ഉണ്ടാകുവാണെങ്കിൽ അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നതിനെ പറ്റി പഠിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഫയർ വാർഡനിൽ പറയുന്നത് ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ എങ്ങനെ സുരക്ഷിത സ്ഥാനത്തിലൊക്കെ എത്തിക്കുക എന്നതിനെ പറ്റിയിട്ടൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ ഫയർ ഇൻസിഡൻസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. എന്തായിരുന്നാലും നല്ലവരായിട്ടുള്ള നാട്ടുകാരും ബാക്കിയുള്ളവരുടെയൊക്കെ സമയോചിതമായ ഇടപെടൽ കാരണം വലിയൊരു ദുരന്തമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒഴിഞ്ഞു പോയത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, താങ്ക് യു. ഇറ്റ്സ് മീ അനന്തു.